മലയാറ്റൂരൊരു വൈദ്യനുണ്ടെന്ന് പറഞ്ഞു. മലയാറ്റൂര് വൈദ്യൻ ഞാൻ ചെന്നു. മലയാറ്റൂർ കുഴപ്പമില്ല, മാറ്റാം. എൻ്റെ വൈഫുണ്ട്. 500 തേങ്ങയുടെ വെള്ളം, 500 തേങ്ങ, ആ വെള്ളം എടുത്തിട്ട് അത് കുറുക്കി 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 ഇങ്ങനെ ലേഹ്യം പോലെയാക്കാം. മറ്റെന്തോ സാധനം ഇടുക അതിനകത്ത്, മരുന്ന്. ലേഹ്യം പോലെ ഈ വെള്ളം 500 വെള്ളം തേങ്ങ ലേഹ്യം പോലെയൊക്കെ എങ്കിൽ രാവിലെ തുടങ്ങിയിട്ട് രാത്രി വരെ പാവം എൻ്റെ വൈഫ് ഇട്ട് പറ്റിച്ച് 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 നശിഞ്ഞു. അങ്ങനെ അവസ്ഥയിലായി. ഈ സാധനം എടുത്തു വെച്ചു. എന്നാലും സംതൃപ്തി, ഭർത്താവിൻ്റെ അസുഖം മാറാനുള്ള ലേഖ്യമാണല്ലോ വന്നേക്കണത്. അങ്ങനെ ഇത് ഞാൻ കഴിക്കലും ഛർദി കൂടി. എനിക്കിത് പറ്റുന്നില്ല, എൻ്റെ ശരീരം ഇത് സഹിക്കുന്നില്ല. അത് ഛർദി തുടങ്ങി. അപ്പോൾ വൈദ്യരോട് വിളിച്ചു പറഞ്ഞ്, വൈഫ് വിളിച്ചു പറഞ്ഞ്, ഇങ്ങനെ പുള്ളി കഴിച്ചിട്ട് ഇത് ഛർദിക്കുന്നു. ഓഹോ, അപ്പോൾ ബോഡി റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഒരു കാര്യം ചെയ്യും, അത് കളയണ്ട, പൊള്ളുമ്പോൾ പെറ്റച്ചോളാൻ. ശരീരം പൊള്ളുമ്പോൾ ലിവർ സിറോസിന്റെ മരുന്ന് പെറ്റാന്ന്, അത് കളയണ്ടെന്ന് ഇപ്പോഴും ഇരിപ്പുണ്ട് വീട്ടിൽ. വൈഫ് കലമൊക്കെ വീച്ച് അടുപ്പിൽ നിന്ന് കലമൊക്കെ എടുത്ത് പൊള്ളുമ്പോൾ ലിവർ സിറോസിന്റെ മരുന്ന് എടുത്തിട്ട്